നമസ്കാരം. നമുക്ക് ഈ ആഴ്ചയിൽ മമ്മി ചെയ്യാൻ പോകുന്നത് ഒരു ചെമ്മീൻ, വലിയ ചെമ്മീൻ, നാരൻ ചെമ്മീൻ്റെ ഒരു റോസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ക്യാമറാമാൻ വന്ന് നോക്കിക്കോ. ഇല്ല, നാരൻ ചെമ്മീൻ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ഇതാണ് നമ്മൾ ഇന്നിവിടെ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് സ്റ്റൗ കത്തിക്കുവാണ്. സ്റ്റൗ കത്തിച്ചതൊന്ന് ചൂടാകട്ടെ. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവുകയാണേ. നമുക്ക് തേങ്ങാക്കൊത്തിടാം. ഇതിൻ്റെ അകത്ത് തേങ്ങാക്കൊത്ത് നമുക്ക് വറുത്ത് ആദ്യമേ മാറ്റി വെക്കാം. ഒന്ന് ചുമക്കുന്ന രീതിയിലൊന്ന് വറുത്തിട്ട് നമുക്കിതിനെ കോരി മാറ്റിയിട്ട് പിന്നെ അടുത്തത് ഇടാം. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് നല്ലപോലെ മൂത്തിരിക്കുവാണ്. നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാതെ തീ കുറച്ച് ഇതിനെ ഇതിൻ്റെ അകത്തോട്ട് മാറ്റട്ടെ. തേങ്ങാക്കൊത്ത് വറുത്ത് നമ്മൾ മാറ്റിയതേ കോരി വെച്ച്. ഇനി അടുത്തത് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇടാൻ പോകുന്നത് കുറച്ച് സവോള അരിഞ്ഞതാണ്. അതിന് വേണ്ട സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. വലിയൊരു സവോളയാണ് ഞാൻ അരിഞ്ഞെടുത്തത്. അത് ഇതുപോലെ തന്നെ നമുക്ക് നല്ലപോലെ വറുത്തെടുക്കാം. നല്ല ചുവപ്പ് കളറിൽ ആകുന്നവരെ നമുക്കിവരെ ഒന്ന് റെഡിയാക്കി എടുക്കാം. എൻ്റെ മക്കളെ, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മൾ വിയർത്തൊഴുകിക്കൊണ്ട് നിൽക്കുക. അയ്യോ, കിച്ചണിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മേക്കപ്പും പോവും, എല്ലാം പോവും. നല്ല സുന്ദരമായിട്ട് ഒരുങ്ങി വരും. പക്ഷെ ചൂടൊരു തരത്തിലും പറ്റത്തില്ല. നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഫാനിടാൻ പറ്റത്തില്ല, എങ്ങും സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ചെയ്യുന്ന കാരണമേ ഭയങ്കര ചൂടല്ലേ. ഇടയ്ക്ക് നല്ല മഴ വരുന്നുണ്ടെന്നൊക്കെ വാർത്തയിൽ പറയുന്നുണ്ട്. നല്ലൊരു മഴയൊക്കെ പെയ്ത് നമ്മൾ തണുത്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പിന്നെ എങ്ങനെയുണ്ട് വിഷുവും നമ്മുടെ ഈസ്റ്ററൊക്കെ? സന്തോഷമായിരുന്നാ എല്ലാവർക്കും? എല്ലാവരും അടിച്ചു പൊളിച്ചാ? ഞാനും അടിച്ചു പൊളിച്ച്. ഈസ്റ്റർ, വിഷു എല്ലാം നല്ല സന്തോഷമായിരുന്നു. പക്ഷേ ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് പല പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാരണം മമ്മി ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇന്ന് പെട്ടെന്ന് ഒന്ന് ചെയ്യാമെന്ന് നോക്കിയപ്പോൾ കുറച്ച് ഈ നാരൻ ചെമ്മീൻ കിട്ടി. എന്നാൽ അതൊന്ന് ചെയ്തേക്കാന്ന് വിചാരിച്ച് മാതിരി വാടി വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പിലയുടെ പുറത്ത് 2-3 പച്ചമുളക് ഞാനിവിടെ കീറി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിനും കൂടി നമുക്കൊന്ന് നല്ലപോലെ വാട്ടിയെടുക്കാം. എല്ലാവരും കൂടി കിടന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് വാടട്ടെ. ഇതൊന്നും പെട്ടെന്ന് ഇത്തിരി വാടി കിട്ടാനായിട്ട് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വാടാനായിട്ട് ഉപ്പ് നമ്മൾ ചേർക്കുമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. ചേട്ട് നമ്മുടെ ഏകദേശം ഇത്രയും വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നു. ചതച്ചതല്ല, നല്ല പേസ്റ്റായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അതിനെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. അത് നല്ലപോലെ മൂക്കട്ടെ. എല്ലാവരും നല്ല പരുവായിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ സവോളയും കരിയാപ്പലയും എല്ലാം നല്ലപോലെ വാടിയിട്ടുണ്ട്. ഇതിനെ ഞാനുണ്ടല്ല വേറൊരു പാത്രത്തിലോട്ട് മാറ്റുവാണ്. തീ ഓഫാക്കുവാണ് തൽക്കാലം. എന്നിട്ട് ഞാൻ ഇതിനെ തേങ്ങാക്കൊത്ത് മാറ്റി വെച്ച പോലെ തന്നെ ഇതിനെ ഞാൻ എന്താ മാറ്റി വെക്കുന്ന? ഇത് ഞാനൊരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അപ്പോൾ എല്ലാത്തിനെയും ഞാൻ മാറ്റി വെച്ച് ലാസ്റ്റേ ഞാനിത് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത് 2 സാധനം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒന്നുകൂടി സ്റ്റൗ കത്തിക്കാം. അതിൻ്റെ അകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പൊടികളൊന്ന് വാട്ടാനായിട്ട് അല്പം എണ്ണ ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച്
മഞ്ഞൾപ്പൊടി. കൂടുതലും ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഇതേ കുരുമുളക് പൊടിച്ച് വെച്ചത്. കുരുമുളക് ആണ് ഏറ്റവും കൂടുതൽ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 സ്പൂൺ മുളക് പൊടി. ഇനി ഞാൻ ഇതിനകത്ത് കുരുമുളക് പൊടി ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ മറ്റേ കാശ്മീരി മുളക് പൊടിയാണ്. അതൊരു 1/2 സ്പൂൺ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ടൊരു കളറ് കിട്ടാനായിട്ട്. ഇതിനെ നമുക്ക് എല്ലാവരെയും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ചെമ്മീൻ വേകാനുള്ള വെള്ളം ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവേ. ചെമ്മീൻ ഈ അരപ്പിൻ്റെ അകത്ത് കിടന്ന് വേണം നമുക്ക് വെന്ത് കിട്ടുക. തീയൊന്ന് കൂട്ടി വെച്ച് ഇതിൻ്റെ അകത്തോട്ട് ഞാൻ 2 കഷ്ണം പുളി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, കുടംപുളി. അത് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതിനെല്ലാത്തിനും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നാലും നമ്മൾ ഇത്തിരിയും കൂടി ചെമ്മീൻ വേകാനായിട്ടുള്ള നല്ല കുരുമുളകിൻ്റെയും കുരുമുളകാണല്ലോ നമ്മൾ കൂടുതൽ ചേർത്തിരിക്കുന്നത്. എല്ലാം നല്ല ഗ്രേവിയുടെ ഒക്കെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇതിൻ്റെ അകത്തോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ ചെമ്മീൻ ഒരേ പെറുക്കിയിടുവാണേ. നല്ല വലിയ നാരൻ ചെമ്മീനാണ് നമുക്ക് കിട്ടിയത്. നമ്മളിതിൻ്റെ ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇടയ്ക്കൊരു ടെക്നിക്കൽ എറർ വന്നിട്ട് ചെമ്മീൻ ഇടുന്ന ഫുൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇപ്പം ചെമ്മീൻ മൊത്തം ഇട്ട് ആ മസാലയിൽ കിടന്ന് വേഗം. ഇത് ആദ്യത്തെ പരിപാടിയാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതൊരു വെറൈറ്റി പരിപാടിയാണ്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മസാലയിൽ ഇട്ട് വേവിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പം ചെമ്മീൻ ഇപ്പം മസാലയിൽ കിടന്ന് വെന്ത് ആ മസാല എല്ലാം നല്ലപോലെ പിടിച്ച് നമ്മളെപ്പോഴും ചെയ്യുന്നത് സവോളത്തോട്ട് മസാല ഇടുന്നു, അതിൻ്റെ അകത്തോട്ട് നമ്മൾ പൊടികൾ ഇടുന്നു, പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നു, ചെമ്മീൻ പെറുക്കി ഇടുന്നു. അപ്പം അതിനേക്കാളൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് ഇത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. മസാലയുടെ അകത്ത് കിടന്ന് വെന്ത് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് പണ്ട് ഞങ്ങളുടെ അമ്മച്ചി ചെയ്തു തന്നിട്ടുള്ളതാണ്. ഞങ്ങളുടെ പണ്ട് ചെറുപ്പത്തിലേ ഇങ്ങനെ ചാകര ഉണ്ടാവും കടപ്പുറത്ത്, ചെമ്മീൻ കയറുന്നതാണ് ഈ ചാകര. അപ്പോൾ പുറത്തുനിന്നൊക്കെ ഇങ്ങനെ വള്ളക്കാർ ഇഷ്ടം പോലെ വരും ഇങ്ങനെ ചാകരയാവുമ്പോൾ. അന്നേരം ഇഷ്ടം പോലെ ചെമ്മീൻ നമുക്ക് കിട്ടും. എന്നിട്ട് ഈ ചാകരയ്ക്ക് വരുന്ന ചെമ്മീൻകാർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഒരേ വീടുകളിൽ വരും. എന്നിട്ട് ചോദിക്കുവേ, ഞങ്ങൾക്ക് ഇത്തിരി ഫുഡ് ഉണ്ടാക്കി തരുവാന്ന് ചോദിച്ചിട്ട് എല്ലാ വീട്ടിലും ഇങ്ങനെ കയറി ഇറങ്ങി നടക്കും. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ സ്കൂളിൽ പോയിരിക്കുമായിരുന്നു. ഞങ്ങളുടെ വീട്ടിലും വന്ന് ചോദിച്ചപ്പോൾ അമ്മച്ചിയും 2-3 പേരും കൂടി എന്നാൽ ചെയ്ത് കൊടുത്തേക്കാം, ഇവർക്ക് ഇത്തിരി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം, ഒരു പുണ്യപ്രവൃത്തിയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അമ്മച്ചി ചേച്ചിനെയും ചേച്ചിനെയും എല്ലാവരും കൂടി വീട്ടിൽ വിളിച്ച് ഇവർ കൊണ്ടുവന്ന് ഇഷ്ടംപോലെ ചെമ്മീനാണ് കൊണ്ടുവരുന്നത്. ചെമ്മീനൊക്കെ കൊണ്ടുവന്നിട്ട് ഇവർക്ക് ഇത്തിരി ചോറും ആ ചെമ്മീനും കൊല്ലത്ത് ഇവർക്ക് കൊടുത്താൽ മതി. ആ രാത്രി ഒന്ന് കിടക്കണം, വെളുപ്പാൻ കാലത്ത് ഇവർ വളർത്തേ പോകും. ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോട്ടില്ല, ഞാൻ നോക്കുമ്പോ എൻ്റെ ഒരു ഷർട്ട് കിട്ടുന്നുണ്ട്, ഒരു വള്ളക്കാരൻ പോകുന്നത്. എനിക്ക് എൻ്റെ ഷർട്ട് അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവമേ ഇത് എൻ്റെ ഷർട്ടാണല്ലോ ഇയാൾ ഇട്ടുകൊണ്ട് പോകുന്നത്. ഞാൻ വീട്ടിൽ വന്ന് ഓടി വന്ന് നോക്കിയപ്പോ എൻ്റെ ഷർട്ടില്ല. അപ്പൊ അമ്മച്ചി പറഞ്ഞു, ഇവിടെ വള്ളക്കാർ വന്ന് ചോറ് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞ് അവര് നിർബന്ധിച്ച്. അപ്പൊ അവര് കുളിച്ചേച്ചും ഉടുക്കാനൊന്നും ഇല്ലാഞ്ഞിട്ട് ഓരോരുത്തരുടെ ഉടുപ്പ് ഇട്ടുകൊണ്ട് പോയതാന്ന്. ഞാൻ നോക്കുമ്പോ എൻ്റെ ഷർട്ട് ഇട്ടുകൊണ്ട് ഒരു പണിക്കാരൻ പോകുന്നു. അങ്ങനെയൊക്കെ ഉള്ള ചെറുപ്പത്തിൽ നല്ല നല്ല തമാശകളൊക്കെ ഉണ്ടായിരുന്നു. കിടന്ന് എല്ലാം നല്ല സെറ്റായിരിക്കുന്നു. ഇനി നമുക്ക് നേരത്തെ ഞാൻ വറുത്ത് നമ്മുടെ വഴറ്റി വെച്ചിരുന്ന സവോള, പച്ചമുളക്, കരിയാപ്പല, ഇഞ്ചി, വെളുത്തുള്ളി ഈ പേസ്റ്റ് എല്ലാം കൂടി ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണ്. അതിൻ്റെ അകത്ത് കിടന്ന് വേകുന്നതും ഇത് നമ്മളിങ്ങനെ പ്രത്യേകം ഇട്ട് കൊടുക്കുന്നതും പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതിൻ്റെ അകത്തോട്ട് ഞാൻ വറുത്ത് വെച്ചിരുന്ന നമ്മുടെ തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കുവാണ്. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ പരിപാടി. അപ്പം നമ്മുടെ വീട്ടിൽ പണ്ട് ചാകര ഉണ്ടായിരുന്ന സമയത്ത് തുമ്പോളിക്കാർക്ക് സ്പെഷ്യൽ ചാകര വന്നപ്പോൾ അവർക്ക് ഇഷ്ടംപോലെ ചെമ്മീനൊക്കെ കിട്ടുമ്പോൾ അമ്മമാർ ചെയ്തു തന്നിട്ടുള്ള ഒരു പ്രത്യേക ഒരു കൂട്ടാണ് ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോഴാണ് സ്കൂളിൽ പോയിച്ച് വന്നപ്പോൾ എൻ്റെ ഷർട്ടുമൊക്കെ ഇട്ടുകൊണ്ട് പോകണതൊക്കെ ഞാൻ കണ്ടതും. അയ്യോ, എൻ്റെ ഇറങ്ങി പിടിച്ചിട്ടോണ്ട് പോകുന്ന ഒരു വലിയ മനുഷ്യൻ, കൊച്ചു പിള്ളേരുടെ ഷർട്ടൊക്കെ. അവർക്ക് നനഞ്ഞ് കുളുത്ത് വന്നതല്ലേ, അവർ കടപ്പുറത്തുനിന്ന് വേറെ ഒന്നും കൊണ്ടുവരത്തില്ലല്ലോ. കടപ്പുറത്ത് അവർ ജോലിക്ക് വരുന്ന ആൾക്കാരല്ലേ. അപ്പൊ വീടുകളിൽ സ്ഥലങ്ങളിൽ ഇവിടെ വെള്ളം അടുപ്പിക്കുന്നവരാണ്. ചാകരയുള്ള സ്ഥലത്തോട്ട് വെള്ളം അടുപ്പിക്കുന്നതാണ്. അന്ന് തുമ്പോളിലായിരുന്നു ചാകര. അപ്പൊ തുമ്പോളിലോട്ട് വേറെ ഉള്ള നാട്ടുകാർ വന്നതാണ്. എന്നിട്ട് വീടുകളിൽ വന്നിട്ട് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം അവർ പൈസയൊക്കെ തരും, നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് അവർ നമ്മളോട് ചോദിച്ചോണ്ടേ ഇരിക്കും. അപ്പൊ എല്ലാ വീട്ടുകാരും ഒരു ഭയങ്കര ഒരു ആഘോഷമാണ് കേട്ടോ. ചാകര വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ലോറിയും ഐസ് വണ്ടിയും
അയ്യോ എന്ത് രസമാണെന്നറിയാമോ, നല്ല രസമാണ് നേരം തുമ്പോളിക്കടപ്പുറം കാണാനായിട്ട്. അയ്യോ ഞങ്ങൾക്ക് ചാകര വരുമ്പോൾ ഞങ്ങൾക്കായിട്ട് ഭയങ്കര സന്തോഷം. അന്ന് വീട്ടിൽ നിന്ന് വള്ളത്തെ പോകാനൊന്നും ആരുമില്ല, എന്നാലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ചാകര വരുമ്പോൾ. എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഓട്ടവും മീൻകാർ ഓട്ടവും ഈ പണിക്കാരെല്ലാം നടക്കുന്നതും പള്ളിമുറ്റം ഒരു പെരുന്നാൾ പോലെയായിരിക്കും, അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയായിരിക്കുന്നു. മമ്മിയുടെ കൊച്ചിലത്തെ കുറച്ച് കാര്യങ്ങളും പറഞ്ഞ് ചെമ്മീൻ റോസ്റ്റ് സൂപ്പറായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പത്തിരിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണേലും നമുക്ക് കഴിക്കാൻ നല്ല സൂപ്പറാണ്. ഞാൻ സ്റ്റൗ ഓഫ് ആക്കുവാണ്. ഇനി ഇത് ഞാൻ കൊടുക്കാൻ പോകുന്നത് ബ്രെഡിൻ്റെ കൂടെയാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ റയാന് കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ 3 കഷ്ണം ബ്രെഡും എടുത്ത് കുറച്ച് നാരൻ ചെമ്മീൻ, ഇത് സാദാ ചെമ്മീനല്ല, നാരൻ ചെമ്മീൻ, അത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ഞാൻ ഈ തവി ഉപയോഗിക്കുമെന്ന് പറയുമ്പോൾ തവി ഉപയോഗിക്കാത്ത എന്താണെന്നറിയാമോ, എനിക്ക് തവിയിലെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നാരൻ ചെമ്മീൻ റോസ്റ്റ് ചെയ്തത് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് തേങ്ങാക്കൊത്തൊക്കെ അടിപൊളിയായിട്ടിരിക്കുന്നു. നീ ഇവൻ കഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ രുചിയും ഗുണവും നന്മയൊക്കെ പറയട്ടെ. അപ്പം ഗൈസ് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ആൻഡ് ബ്രെഡാണ്. നല്ല ബ്രെഡ് ആവി കയറ്റിയുള്ള സ്പോഞ്ച് പോലെ നല്ല പഞ്ഞു പോലെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നല്ല നാരൻ ചെമ്മീനല്ലേ, നാരൻ ചെമ്മീൻ്റെ കഥയും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഗൈസ് നാരൻ ചെമ്മീൻ റോസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മളൊരു പീസ് ഇത് കാണാവോ, ഒരു പീസ് തേങ്ങാക്കൊത്തും അതിൻ്റെ പുറത്ത് വന്നിട്ടുണ്ട്, ഒരു ചെമ്മീനും വന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ അങ്ങോട്ട് ടേസ്റ്റ് ചെയ്യാം. നല്ല ചൂടുണ്ടേ, കഴിയാൻ പറ്റുമോ? സൂപ്പർ സാധനം. പുളിയും ഉപ്പും എരിവൊക്കെ പിടിച്ചിട്ട് നല്ല കിടില സാധനം കേസ്. ആ ചെമ്മീൻ്റെ ഫ്ലേവർ ആ വലിയ ചെമ്മീനൊക്കെ ആയതുകൊണ്ടാ നല്ല അടിപൊളി ടേസ്റ്റ്. അതൊരു പ്രത്യേക തരത്തിലല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്, പ്രത്യേക തരത്തിലുള്ള പരിപാടിയായിരുന്നു ചെയ്തിരിക്കുന്നത്. അപ്പൊ നല്ല ടേസ്റ്റ് കാണുമായിരുന്നു. നല്ല ടേസ്റ്റ്. മുട്ട ചെമ്മീൻ ഇതുപോലെ എല്ലാവരും ചെയ്ത് കഴിക്കണം. അതുപോലെ സാധാരണ നമ്മൾ ചെമ്മീൻ മഞ്ഞൾപ്പൊടി ഇട്ട് മാത്രം വേവിക്കുമല്ലേ? അതെ അതെ, കൊടംപുളി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട്. പക്ഷെ ഇത് മസാലയിൽ ഇട്ട് വെന്തോണ്ട് അതിന്റെ എല്ലാ ഫ്ലേവറും കയറി പിടിച്ചിട്ടെ വലിയ ചെമ്മീനാകുമ്പോ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതെ അതെ, നല്ല ടേസ്റ്റ്. അല്ലെങ്കിൽ ചെമ്മീൻ ഇച്ചിരി സമയം എടുക്കാൻ, അത് എരിവും പുളിയൊക്കെ പിടിക്കുക. ഇത് കിടും. പിന്നെ ഒരു പ്രത്യേക കാര്യം കൂടെ ഇന്ന് പറയാനുണ്ട്. നമ്മളെ ചാനലിൽ കണ്ടന്റ്, വ്യത്യസ്തമായ കണ്ടന്റുകളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. അങ്ങോട്ട് ഫുഡ് ചലഞ്ച് വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ നാട്ടുകാരിലോട്ട് അങ്ങോട്ട് ഇറങ്ങാൻ പോവാം. ജനങ്ങൾക്കിടയിൽ പോയിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു വ്ളോഗായിരിക്കും ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. ഫുഡ് ചലഞ്ചുമായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും പ്രത്യേകം നോട്ട് ചെയ്യണം. റയാൻ ക്രിസ് മാത്യു എന്നുള്ള ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേക സമ്മാനമുണ്ട്. ഞാൻ ചലഞ്ച് വീഡിയോ ആയിട്ട് വരുമ്പോൾ ചലഞ്ച് വീഡിയോയ്ക്കും ക്യാഷ് പ്രൈസ് ആണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം ചെയ്യരുത്, ഇപ്പോഴേ ചെയ്ത് വെച്ചോ. അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ക്യാഷ് പ്രൈസ് ആയിരിക്കും. അപ്പം നമ്മൾ ഇനി അങ്ങോട്ട് പൊളിച്ചെടുക്കാൻ പോകണം. എല്ലാവരും ഹാപ്പി ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. മമ്മി ഹാപ്പിയാണോ? ഞാൻ ഹാപ്പിയാണ്. അപ്പം ഞാൻ ഈ പ്രാവശ്യം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കഥ പറഞ്ഞെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, ഇതൊന്നും ഞാൻ പറഞ്ഞില്ല. അപ്പം ഞാൻ നാരൻ ചെമ്മീനിലേക്ക്, നാരൻ പഴിയിലേക്ക് പോയത് കാരണം ഞാൻ വീണ്ടും ഒന്നുകൂടി പറയുന്നു, എല്ലാവരും എല്ലാം ചെയ്തോ. ഇനി നമ്മൾ വെറൈറ്റി കണ്ടന്റ്, കുക്കിംഗ് കണ്ടന്റ് ഉണ്ടാവും, ഫുഡ് ചലഞ്ച് ഉണ്ടാവും, പുറത്തോട്ടുള്ള കണ്ടന്റ് ഉണ്ടാവും. ഇതെല്ലാം കൂടി പൊളിക്കാൻ പോണ്. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. ബൈ ബൈ.